ലോകം ഉറ്റുനോക്കുന്നത് ഇറാനിലേക്കും ഇസ്രയേലിലേക്കുമാണ്. നീറിപ്പുകയുന്ന യുദ്ധക്കളത്തിൽ വെന്തുവെണ്ണീറാകാൻ ഒന്നുമില്ലാതാകും വരെ പോരാട്ടം തുടർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കേണ്ടി വന്നാൽ ഏതറ്റം വരെയും തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ താക്കീത്. അമേരിക്ക ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാതെ നിർവാഹമില്ലെന്നാണ് അരാഗ്ചി വ്യക്തമാക്കുന്നത്. നിലവിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഉദ്ദേശമില്ല. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അരാഗ്ചി അൽ ജസീറയോട് വ്യക്തമാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുണ്ടാകുന്ന സംഘർഷം സൈനിക തിരിച്ചടികൾക്കും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും ആഗോള വിപണിയിൽ ആശങ്കകൾക്ക് കാരണമായി. വലിയ വ്യാപാര ഊർജ്ജ ബന്ധങ്ങളുള്ള ഇന്ത്യയെ ഈ സംഘർഷങ്ങൾ വലിയ രീതിയിൽ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുതൽ കയറ്റുമതിയും ചരക്കു നീക്കവും വരെ പല മേഖലകളിലും ഈ സംഘർഷം വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യ നേരിടുന്ന വലിയ ഷോക്ക് ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിലാണ്. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ വലിയൊരു പങ്കും മിഡിൽ ഈസ്റ്റ് വഴിയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഉൽപാദനത്തിലോ വിതരണത്തിലോ ഉണ്ടാകുന്ന ഏത് തടസ്സവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടും. ഈ സംഘർഷം ഇതിനകം തന്നെ ആഗോള എണ്ണ വിലയിൽ ബാധിച്ചിട്ടുണ്ട്. വിതരണം തടസ്സപ്പെടുമോ എന്ന ഭയത്തിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു കഴിഞ്ഞു. ഹോർമുസ് കടലെടുക്കാണ് മറ്റൊരാശങ്ക. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. ഇറാൻ ഈ പാത അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ എണ്ണവില ബാരലിന് $100 വരെ എത്തിയേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും ഇത് കാരണമാകും. കൂടാതെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പാചകവാതകത്തിനും തിരിച്ചടികൾ ഉണ്ടാകും. LPG ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഹോർമുസ് കടലെടുക്ക് വഴി തന്നെയാണ്. സംഘർഷ മേഖലയിലൂടെ കടന്നുപോകാൻ കപ്പലുകൾ മടിക്കുന്നത് വിതരണ ശൃംഖലയെ ബാധിച്ചേക്കും. ക്ഷാമം ഒഴിവാക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾ ആഭ്യന്തരമായി LPG ഉൽപാദനം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി നീണ്ടുപോയാൽ വീടുകളിലെ പാചകവാതകത്തിന് വില കൂടാനും ക്ഷാമം നേരിടാനും സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധി ഇന്ത്യയുടെ വ്യാപാര മേഖലയെയും ബാധിച്ചേക്കും. പശ്ചിമേഷ്യയുമായി വ്യാപാരം നടത്തുന്ന കയറ്റുമതിക്കാർക്ക് ചരക്ക് നീക്കത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കപ്പൽ പാതകളിലെ അനിശ്ചിതത്വം സാധനങ്ങൾ എത്തുന്നത് വൈകിപ്പിക്കും. സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, തുണിത്തരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിയെയും ഇത് ബാധിക്കും. പ്രതിസന്ധി സാമ്പത്തിക വിപണികളെയും ബാധിക്കുന്നുണ്ട്. ഉയരുന്ന എണ്ണവിലയും സംഘർഷ സാഹചര്യവും നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയാണ്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യമിടിയാൻ കാരണമായേക്കാം. ക്രൂഡ് ഓയിൽ വില കൂടിയാൽ അത് പണപ്പെരുപ്പത്തിനും കാരണമാകും. സർക്കാരിന് സബ്സിഡികൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. ഇത് റിസർവ് ബാങ്കിന്റെ നയപരമായ തീരുമാനങ്ങളെ സങ്കീർണമാക്കും. ഇന്ന് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തകർന്നിരിക്കുകയാണ് ഓഹരി വിപണി. വ്യാപാരം ആരംഭിച്ച ഉടനെ 2700 പോയിന്റ് സെൻസെക്സിന് നഷ്ടമായത്. പിന്നാലെ നഷ്ടം 1000 ചുരുക്കുകയും ചെയ്തു. നിഫ്റ്റി ആകട്ടെ 519 പോയിന്റ് തകർച്ചയിൽ നിന്ന് നേരിയ തോതിൽ തിരിച്ചു കയറാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇറാനിലും ഇസ്രയേലിലും അമേരിക്കയുടെ താവളങ്ങളിലും നിലനിൽക്കുന്ന സംഘർഷം മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളെ നിമിഷനേരം കൊണ്ടാണ് മാറ്റിമറിക്കുന്നത്. പല രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് വഴിമാറാനും സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് സംഘർഷം തുടർന്നാൽ സാമ്പത്തിക ആഘാതം ഭീകരമായിരിക്കും. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ വലിയ രാജ്യമാണ്, സൈനിക നടപടികൾ തീർക്കാൻ സമയമെടുത്തേക്കും, സംഘർഷം 4 ആഴ്ച നീണ്ടേക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ കഴിയുമോ, അതോ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് മേഖല നീങ്ങുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.